പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ ആഴ്ചയിലാണ് നമ്മൾ. ഈശോയുടെ വലിയ പെസഹ രഹസ്യങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നു. ഇന്ന് വലിയ ആഴ്ചയിലെ തിങ്കളാഴ്ച, നോമ്പിൻ്റെ 43-ാം ദിവസം. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 19-ാം അധ്യായം 41 മുതൽ 48 വരെ വാക്യങ്ങൾ. ഇന്നലെ വായിച്ച് നിർത്തിയ ഈശോയുടെ ഓശാന തിരുനാളിൽ രാജകീയ പ്രവേശനത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഈശോ ജെറൂസലേമിനെ കുറിച്ച്, അതിൻ്റെ നാശത്തെക്കുറിച്ച് പ്രവചിക്കുന്നതും അതിനെ ഓർത്ത് പരിതപിക്കുന്നതുമായ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. നമ്മൾ വിശുദ്ധവാരത്തിൽ ആയിരിക്കുക എന്ന ഒരു കാര്യത്തിൽ ഈശോ നമ്മളെ പ്രധാനമായി ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധരായിരിക്കുക എന്നുകൂടിയാണ്. വിശുദ്ധമായ കാര്യങ്ങൾ അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മളെ വിശുദ്ധരാക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അത് പ്രസക്തമാകുന്നത്. ഈ വിശുദ്ധവാരത്തിൽ വലിയ ആത്മീയ വിശുദ്ധിയോടെ നമുക്ക് ആയിരിക്കാം. നോമ്പിൻ്റെ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഇനിയും ദൈവം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മാനസാന്തരം നടത്താത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് വിലപിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. ജെറൂസലേമിനെ പേര് വിളിച്ചാണ് ഈശോ ഈ വിലാപം നടത്തുന്നത്. ഇവിടെ ജെറൂസലേമിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേര് ചേർത്ത് വെച്ച് വായിക്കണം. ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഈ രക്ഷയുടെ അവസാന മണിക്കൂറുകളിലെങ്കിലും നീ ഇതിൻ്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നെങ്കിൽ, നിന്റെ സന്ദർശനം, നിന്റെ ദൈവം നിന്നെ സന്ദർശിക്കുന്ന ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം, ആ കാര്യത്തിൻ്റെ പ്രാധാന്യം നീ അറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറിയിരുന്നെങ്കിൽ എന്ന് ഈശോ ജെറൂസലേമിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് വിലപിക്കുന്നു. ഇത്രയും വലിയ കാര്യങ്ങൾ പ്രാധാന്യമുള്ളതായി നമ്മൾ ഈ ദിവസങ്ങളിൽ ആചരിക്കുമ്പോൾ ഇവയുടെ പ്രാധാന്യം അവഗണിച്ച് ഞാൻ മറ്റ് കാര്യങ്ങളാണ് ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതായി കാണുന്നത്? വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടപ്പോൾ ഒഴുകഴിവ് പറഞ്ഞു പോയ ചില ആളുകളെക്കുറിച്ച് സുവിശേഷത്തിൽ നമ്മൾ മറ്റൊരു ഉപമയിൽ കാണുന്നുണ്ട്. ഒരു രാജാവ് തൻ്റെ മകന് വേണ്ടി നടത്തിയ വിവാഹ വിരുന്ന്. ചിലർ അതിന് ക്ഷണിക്കപ്പെട്ടവർ, ചിലർ അതിന് സ്ഥലം വാങ്ങിയത് കാണാൻ പോകുന്നു, കാളകളെ മേടിച്ചതിനെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു. വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ, വരാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് എന്താണ് ആ വലിയ വിരുന്നിൻ്റെ പ്രാധാന്യമെന്ന് മനസ്സിലാക്കാതെ തങ്ങളുടെ ദൃഷ്ടിയിൽ വലുതെന്ന് തോന്നിയ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. ഈ ആഴ്ചയിലെ ഏറ്റവും സുപ്രധാന കാര്യങ്ങളിൽ നിന്ന് മറ്റൊരു കാര്യവും നമുക്ക് ഒഴികഴിവ് പറഞ്ഞു പോകാനുള്ള കാരണങ്ങളാകാതിരിക്കട്ടെ. ഇതിനേക്കാൾ വലുതായി മറ്റൊന്നും നമുക്ക് തോന്നാതിരിക്കട്ടെ. ഇന്ന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു, ഈശോ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജെറൂസലേം ദേവാലയം ശുദ്ധീകരിക്കുന്നു. ദേവാലയത്തെ കവർച്ചക്കാർ അവർക്ക് പതുങ്ങിയിരിക്കാനുള്ള താവളമാക്കുമ്പോൾ ദൈവത്തിൻ്റെ വിലയേക്കാൾ മറ്റെന്തോ വിലയുള്ളതായി കണ്ട് അത് അപഹരിച്ചെടുക്കാൻ അവർ ശ്രമിക്കുകയാണ്. ഇരിക്കുന്ന ദേവാലയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാതെ, എവിടെയാണ് തങ്ങൾ ഉള്ളതെന്ന് നോക്കാതെ, അത് തങ്ങൾക്കുള്ള ഒരു ഉപകരണം മാത്രമായി കണ്ട് പതുങ്ങിയിരിക്കാനുള്ള, ഒളിച്ചിരിക്കാനുള്ള ഒരു ഗുഹയായി മാത്രം കാണുമ്പോൾ, ഒരു ദേവാലയമെന്ന എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ഒരു കാര്യം ആരും കയറാത്ത ഒരു ഗുഹയുടെ രീതിയിലേക്ക് അവരുടെ മനസ്സിൽ മാറിയിരിക്കുന്നു. നമ്മെ വിശുദ്ധീകരിക്കാൻ സാധ്യതയുള്ളതിനെ നമ്മൾ തന്നെ മലിനപ്പെടുത്തുകയാണ്. ഈ കള്ളന്മാർ ദേവാലയത്തിൽ ആ ഒരു ചിന്തയോടെ ഇരിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ദേവാലയവും അതിലെ കാര്യങ്ങളും അവരെ വിശുദ്ധീകരിക്കും, പക്ഷെ അവരതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഒരു സാധാരണ ഉപമ പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹന്നാൻ വെള്ളം വെക്കുന്ന പാത്രത്തിൽ ഒരു തവള വെള്ളത്തിൽ കിടന്നാൽ എന്താണ് കാര്യം? അത് ഹന്നാൻ വെള്ളമാണെന്നോ അത് വിശുദ്ധീകരിക്കുന്ന കാര്യമാണെന്നോ അതിൽ കിടക്കുന്ന തവള അറിയുന്നില്ല. അത് സാധാരണ വെള്ളമെന്ന് മാത്രം കരുതുമ്പോൾ അത് അതിനൊരു ഉപകാരവും ചെയ്യുന്നില്ല. നമ്മൾ ഈ ഹന്നാൻ വെള്ളത്തിൽ കിടക്കുന്ന തവളയെപ്പോലെ ആയി പോകുന്നുണ്ടോ? എന്താണ് നമ്മൾ ദേവാലയത്തെക്കുറിച്ച്, ഈ നാളുകളിലെ വിശുദ്ധ കാര്യങ്ങളെക്കുറിച്ച് പ്രാധാന്യത്തോടെ കാണുന്നതെന്ന് നമ്മൾ ഓർമ്മിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മളിനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് ഇന്നത്തെ സുവിശേഷം സത്യത്തിൽ അവസാനിപ്പിക്കുന്നത്. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഈശോയെ നശിപ്പിക്കാൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. വലിയ അറിവും പഠിപ്പും ഒക്കെയുള്ള ആ കാലത്തെ ആളുകളാണ്. പക്ഷേ ആ കാലത്തെ വലിയ അറിവും പഠിപ്പും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായ പാവം ജനങ്ങൾ അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. ഈശോയുടെ വാക്കുകളിൽ മുഴുകി, ഈശോയിൽ നിന്നുള്ള ചിന്തകളിൽ നിന്ന് മാറാതെ, ഈശോയെ വിട്ടുപോകാതെ നിൽക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ സവിശേഷമായി ചെയ്യേണ്ടത്. നമുക്ക് അനുതാപം,
നല്ല കുമ്പസാരം, ദൈവവചന ശ്രവണം എന്നിവയെല്ലാം വഴി ഈശോയിൽ നിന്ന് വിട്ടുപോകാതെ ഈശോയുടെ വാക്കുകളിൽ മുഴുകി ഈ സുപ്രധാന ദിവസങ്ങളിലൂടെ കടന്നു പോകാം. അങ്ങനെ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ നമ്മുടെയും രക്ഷാകര രഹസ്യങ്ങളാക്കി അതിനുള്ള കാരണങ്ങളാക്കി മാറ്റാം. ദൈവം ഈ വിശുദ്ധ വാരത്തിലെ തിരുക്കർമ്മങ്ങളിലൂടെ അവയുടെ നല്ല അനുഷ്ഠാനങ്ങളിലൂടെ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും തൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യട്ടെ. ആമേൻ.